എന്റെ മോളെ, ഞാൻ മനഃപൂർവ്വം നിന്നെ അങ്ങനൊന്നും ചെയ്യില്ലല്ലോ. നീ ഒരു കാര്യം ഉറപ്പിച്ചോ, ഒരു കാരണവശാലും കണ്ണനോടൊപ്പം മഹാലക്ഷ്മി അവരുടെ കുഞ്ഞിനെയും കൊണ്ട് കമലേശ്വരത്തേക്ക് വരില്ല. നീ ഉണ്ണിയുടെ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് അവിടേക്കൊന്ന് കയറ്, ആ അനന്തുവിന്റെ വീട്ടിലെ. എന്തിനാ ഞാൻ അവിടെ കയറുന്നത്? അല്ല, അപ്പൊ കുഞ്ഞിന്റെ അവസ്ഥ ഇപ്പൊ എന്താണെന്ന് മോക്ക് അറിയാൻ പറ്റുമല്ലോ. നാളെ ആ കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയാലും മോളെ എന്നെ ഒന്ന് സംശയിക്കാതിരിക്കാൻ വേണ്ടിട്ടാ മോളോട് അങ്ങോട്ട് പോവാൻ ഞാൻ പറയുന്നേ. മോളെ, എന്തായാലും നീ അവിടം വരെ ഒന്ന് പോയി കുഞ്ഞിനെ ഒന്ന് കാണ്. എനിക്ക് ആ വീട്ടിലേക്ക് പോകാൻ ധൈര്യമില്ല മുത്തശ്ശി. ധൈര്യം സംഭരിച്ച് പോയേ പറ്റൂ. നിനക്ക് വേണ്ടത് ലക്ഷ്മിയുടെ കണ്ണീരല്ലേ? അങ്ങനെയാണെങ്കിൽ നീ കുറച്ച് അഭിനയിച്ചേ പറ്റൂ. മോളെ, ആ കള്ളസ്വാമി അനന്തുവിന്റെ വീട്ടിലെ നൂലുകെട്ട് സമയത്ത് ചെന്നിട്ടുണ്ടായിരുന്നു. അന്തരീക്ഷത്തിൽ നിന്ന് ഭസ്മം എടുത്ത് കൊച്ചിന്റെ നെറ്റിയിൽ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പോ ഇത്തിരി വൈകിട്ടാണെങ്കിലും നമ്മൾ ആഗ്രഹിച്ച പോലെയൊക്കെ നടന്നാലോ. മോൾ അവിടെ ചെല്ലുമ്പോ ആ കൊച്ചിന് എന്തെങ്കിലും അവശത ഉണ്ടെങ്കിൽ അത് നമുക്കൊരു സന്തോഷമല്ലേ മോളെ? എന്നാ പിന്നെ ഞാൻ അവിടെ വരെ ഒന്ന് പോവാം. മോളുടെ കയ്യിലും കാലിലും ശരീരത്തിലും ഒന്നും ചൊറിച്ചിടുന്നില്ലല്ലോ? എനിക്കൊരു കുഴപ്പമില്ല. ഓ, അത് ഭാഗ്യമായി. അവിടെ ചെന്നു കഴിഞ്ഞാ എനിക്കും അത് പകരുവോ? അവിടെ പോയിട്ടല്ലല്ലോ ഞങ്ങൾക്ക് ഇതുണ്ടായത്. എന്നാ പിന്നെ മോള് ചെന്ന് ആദ്യം മോഹിനി ഒന്ന് സ്നേഹിക്ക, എന്നിട്ട് അവള് തരുന്ന പലഹാരമൊക്കെ കഴിക്ക്. മോളുടെ സ്വഭാവത്തിന് നല്ല മാറ്റം ഉണ്ടെന്ന് അവളും കൂടെ അറിയട്ടെ. അഭിനയിച്ച് മടുത്തു. എന്നാലും ഒന്നും നടക്കുന്നുമില്ല. മോള് പറഞ്ഞത് കേട്ടല്ലോടാ. നിന്റെ തലയ്ക്കകത്ത് ആള് താമസമില്ലെന്ന് മോൾക്ക് അറിയില്ലല്ലോ. എന്താടി? ഞാനിതൊരു കുഞ്ഞിനെ കണ്ടിട്ടില്ലല്ലോ. ഏത് കുഞ്ഞിനെ? നിനക്ക് കാണാൻ ഇവിടെ കുഞ്ഞുങ്ങളൊന്നും ഇല്ല. ചേച്ചിയുടെ കുഞ്ഞിനെ കാണാൻ വന്നതാണോ നീ? നിന്നോട് ഞങ്ങൾ പറഞ്ഞിട്ടില്ലേ ഈ വീട്ടിലേക്ക് വരരുതെന്ന്? കൊലയാളിയായ അച്ഛനിപ്പോ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടല്ലോ. അച്ഛനും മുത്തശ്ശിയും കൂടെ ഉപദേശങ്ങൾ കൊടുത്തുവിട്ടിരിക്കുക അടുത്ത ദുരന്തം ഉണ്ടാക്കാനായിട്ട്. ആരാനന്ദുവേട്ടാ? സ്വന്തം ചേച്ചിയെ ശത്രുവായിട്ട് കാണുന്ന ഒരുത്തിയാ. ആപത്തുമായിട്ട് വന്നിരിക്കുക. അമ്മയെ വിളിച്ചപ്പോ നീ വീട്ടിലുണ്ടെന്ന് പറഞ്ഞല്ലോ. അവിടെ നിന്നെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഓ, അപ്പൊ സ്വന്തം തറവാട്ടിന്ന് വരുവാണല്ലേ? അങ്ങനെയെങ്കിൽ ഞാൻ പറഞ്ഞത് 100% സത്യം ആനന്ദുവേട്ടാ. അവരുടെ ഉപദേശം തന്നെയായിരിക്കും. മുത്തശ്ശിയുടെ അച്ഛന്റെയൊക്കെ വാക്കുകൾ കേട്ടിട്ട് ഇവള് നമ്മുടെയൊക്കെ സിമ്പതി പിടിച്ചു പറ്റാനായിട്ടാ വന്നിരിക്കുന്നത്. അതിന്റെ അർത്ഥം ഉടൻ തന്നെ എന്തോ സംഭവിക്കുമെന്നാ. അന്ന് എസിക്കകത്ത് ഉണ്ണിയേട്ടൻ ആൾക്കാരെ കൊണ്ട് വിഷവാതകം കടത്തിവിട്ടപ്പോ എനിക്കൊന്നും പറയാനോ ചെയ്യാനോ പറ്റിയില്ല.
ആരോടൊന്നും പറയരുതെന്ന് ഉണ്ണിയേട്ടൻ ഭീഷണിപ്പെടുത്തി. അതുകൊണ്ടാ ഞാൻ ആരോടൊന്നും പറയാതിരുന്നത്. ശരിക്കും പറഞ്ഞ ഞാൻ കണ്ണേട്ടന്റെ വീട്ടിലേക്ക് തിരികെ എത്തിയത് ആർക്കും ആപത്തുണ്ടാക്കാനൊന്നും അല്ല. എല്ലാവരും സ്നേഹിച്ച് അവിടെ സമാധാനമായിട്ട് ജീവിക്കാനാ. അതിന് ഈ ജന്മം നിന്നെ കൊണ്ട് പറ്റുമടി. ചേച്ചിയെ അടിമയാക്കണമെന്ന് ആഗ്രഹിച്ച അനിയത്തിക്ക് ഒരിക്കലും മാറാൻ പറ്റില്ല. അതെന്താ ലേഖിച്ച് അങ്ങനെയൊക്കെ പറയുന്നേ? ഒരിക്കലും മാറില്ലെന്ന് കരുതിയ ഉണ്ണിയേട്ടന്റെ അമ്മ മാറിയില്ലേ? ദേ, അതിന് കാരണമുണ്ട്. ആ അമ്മയുടെ ഭർത്താവിനെ കൊന്നത് നിന്റെ അച്ഛനും അമ്മയുടെ ആങ്ങളെയും കൂടിയാ. അതറിഞ്ഞിട്ടാ അമ്മയ്ക്ക് മനമാറ്റം ഉണ്ടായത്. ആ മാറ്റം പോലും ഞങ്ങൾ ആരും വിശ്വസിച്ചിട്ടില്ല. പിന്നെയല്ലേ നിന്റെ കണ്ണീര് കണ്ടിട്ട് നിന്നെ വാരി പുണരാൻ പോകുന്നത്. നീ മാറിയാലും മാറിയില്ലെങ്കിലും ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലടി. പക്ഷേ ഞങ്ങളുടെ ഉള്ളിൽ നീയും നിന്റെ അച്ഛനും മുത്തശ്ശിയൊക്കെ തെറ്റുകാരായി നിൽക്കുന്നിടത്തോളം കാലം നീയൊന്നും ഞങ്ങളുടെ മുന്നിലേക്ക് വരരുത്. നിനക്ക് നിന്റെ അച്ഛനെന്ന് വെച്ചാൽ ജീവനാണെന്ന് ഞങ്ങൾക്കറിയാം. അതിനേക്കാൾ ജീവനായിരുന്നടി കണ്ണന് കണ്ണന്റെ അച്ഛനെ. ആ അച്ഛനെയാ വാമദേവന്റെ കയ്യിൽ നിന്ന് നക്കാപ്പിച്ച വാങ്ങിച്ചിട്ട് പ്രതാപന് അരുങ്കോല ചെയ്തത്. അതൊന്നും അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റില്ലടി. എന്റെ വീട്ടിൽ വന്നിട്ട് തിരിച്ചു പോയപ്പോ ഇവിടെ ഒന്ന് കയറണമെന്നും ലക്ഷ്മിയുടെ മോളെ ഒന്ന് കാണണമെന്നും തോന്നി. മഹി, ഇവളിതല്ല ഇതിനപ്പുറം പറയും. അതൊക്കെ കേട്ടിട്ട് വെറുതെ കുഞ്ഞിനെ കാണിക്കരുത്. ഇവളേതായാലും നമ്മുടെ മുന്നിൽ വെച്ച് കുഞ്ഞിനെ ഒന്നും ചെയ്യില്ല ലേഖേ. അതുകൊണ്ട് വന്ന സ്ഥിതിക്ക് ഒന്ന് കണ്ടിട്ട് പൊക്കോട്ടെ. കണ്ണനും മഹിയൊന്നും ഒരിക്കലും മാറാൻ പോകുന്നില്ലല്ലേക്കെ. അതുകൊണ്ടാ ഇവർക്ക് തിരിച്ചടികൾ ഓരോന്നുണ്ടാവുന്നത്. സാരമില്ല അനന്തേട്ടാ, നമ്മുടെ മുന്നിൽ വെച്ചല്ലേ ഇവള് കുഞ്ഞിനെ കാണുന്നത്. ഒന്ന് കണ്ടിട്ട് പൊയ്ക്കോട്ടെ. നീ വാടി. അതെ, കുഞ്ഞിനെ കാണുന്നതൊക്കെ കൊള്ളാം. ഇത് ഈ വീട്ടിലേക്കുള്ള അവസാനത്തെ വരവായിരിക്കണം. ഇനി മേലാൽ ഈ പടി കടന്ന് നീ വരരുത്. നീ വാ. ആര് കരഞ്ഞുകൊണ്ട് മുന്നിൽ നിന്നാലും അവരെ തള്ളിക്കളയില്ലേ മഹിയും കണ്ണനും ഒക്കെ. അതാണ് അവരുടെ പരാജയം. എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാവില്ല. വാ. ദാ നോക്ക്, ഇതാ ഞങ്ങളുടെ നീലമോള്. കണ്ണേട്ടനെ പോലെയുണ്ട്. അങ്ങനെ തന്നെ എല്ലാരും പറഞ്ഞത്. അല്ലടി, കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞാ മറ്റു പലരുമായിട്ട് സാമ്യമുണ്ട്. അങ്ങനെയല്ലേ നിന്റെ അച്ഛനും മുത്തശ്ശിയൊക്കെ ഇതൊക്കെ പറഞ്ഞോണ്ട് നടന്നിരുന്നത്? കുഞ്ഞിന് ഒരുപാട് അച്ഛന്മാരുണ്ടെന്ന് എന്താടി മറന്നുപോയോ? ദേ നോക്ക്, ഏതായാലും നീ കുഞ്ഞിനെ കാണാനായിട്ട് വന്നതല്ലേ, ശരിക്ക് കണ്ടോ? തൊട്ടുപോരുത്. എന്താ മഹി കാണിക്കുന്നത്? ഇവളുടെ കയ്യിലേക്ക് കുഞ്ഞിനെ കൊടുത്താ ഇവളീ കുഞ്ഞിനെ വലിച്ചെറിഞ്ഞെന്ന് വരും. ഓർമ്മയുണ്ടല്ലോ, സ്റ്റെപ്പിന്റെ മുകളിൽ നിന്നപ്പോഴാ മഹിയെ ഇവള് തള്ളി താഴെയിട്ടത്. ഒക്കെ മറന്നുപോയോ മഹി? അങ്ങനെയുള്ളവൾ കുഞ്ഞിനെ കൈ കിട്ടിക്കഴിഞ്ഞാ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ഉണ്ണിയേട്ടന്റെ അമ്മയ്ക്ക് ഇപ്പൊ നല്ല മാറ്റമുണ്ട്.
എന്നിട്ടും ലേഖേച്ചിയൊന്നും അമ്മയെ വിശ്വസിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ പറയുന്നതിലൊന്നും എനിക്ക് വേദനയില്ല ലേഖേച്ചി. ശരി ശരി, നീ കുഞ്ഞിനെ കണ്ടല്ലോ, എന്നാ പിന്നെ പൊക്കൂടെ? ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു, കണ്ടു. ഇനി ഞാൻ പോയിക്കോളാം. പോയിട്ട് വരാം ലക്ഷ്മി. കഴിഞ്ഞതൊന്നും മറക്കരുത് കേട്ടോ. അവള് വന്നപ്പോ 2 കൈ നീട്ടി അങ്ങ് സ്വീകരിച്ചിട്ട് ഇനി കുഞ്ഞിനെ കൂടെ അവളുടെ കയ്യിൽ കൊടുക്കാൻ പോവാ. വല്ലാത്തൊരു സ്വഭാവം തന്നെ മഹിയുടെ. വാവേ, ഉറങ്ങിക്കോട്ടോ. കണ്ണൻ എൻ്റെ കൂടപ്പറപ്പല്ല. ഞങ്ങൾ തമ്മിലുള്ളത് സൗഹൃദം മാത്രമാണ്. ഒന്നിച്ച് കളിച്ച് വളർന്നവർ. എന്നിട്ടും അവനൊരു വിഷമം ഉണ്ടാവുമ്പോൾ സഹായം തേടി വരുന്നത് സ്വന്തം അനിയനായ ഉണ്ണിയുടെ അടുത്തേക്കല്ല, എൻ്റെ അടുത്തേക്കാ. ഇന്ന് സ്വന്തം കൂടപ്പറപ്പിനെ പോലും ഭയന്നിട്ടാണ് കണ്ണൻ മഹിയും കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. എന്നുവെച്ചാ സ്വന്തം വീട്ടിൽ പോലും അവർക്ക് ഭീഷണി ഉണ്ടെന്ന് അർത്ഥം. എന്തിനാണ് നീയൊക്കെ ഇങ്ങനെ ജീവിക്കുന്നത്? ആർക്കു വേണ്ടിട്ടാ? എന്താടി ഒന്നും പറയാത്തത്? നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? അല്ലെങ്കിൽ നാവിനും വലിയ നീളമാണല്ലോ. ഇനി എന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുണ്ടാവില്ല ചേച്ചി. അതിനി അങ്ങോട്ട് നിങ്ങൾക്കൊക്കെ മനസ്സിലായിക്കോളൂ. ഞങ്ങൾക്കൊക്കെ കുറെ മനസ്സിലായതാ. അതുകൊണ്ട് നീ മനസ്സിലാക്കിക്കാനൊന്നും ഇവിടെ നിൽക്കണ്ട. ഇനി അവളോടൊന്നും പറയണ്ട, അവള് പൊയ്ക്കോട്ടെ. അവളെ എന്തെങ്കിലും പറയാനായിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയില്ലല്ലോ മഹി. ഇവൾ ഇങ്ങോട്ട് കയറി വന്നതല്ലേ. ഞാൻ പോയിട്ട് വരാം ലക്ഷ്മി. നീ എപ്പോഴും വന്നേ? ഇപ്പൊ വന്നതേ ഉള്ളൂ. കുഞ്ഞിനെ കാണാനെന്ന് പറഞ്ഞു വന്നതാ. ഓ, കുഞ്ഞിനെ കണ്ടിട്ട് അതിനെന്തെങ്കിലും ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടോ? ആ, ഈ വന്ന ആളെ പരിചയപ്പെടുത്താൻ മറന്നുപോയല്ലോ. ഇത് ജാനമ്മ. കുഞ്ഞിനെ നോക്കാനും കുളിപ്പിക്കാനും വേണ്ടി വന്നതാ. രാവിലെ വരും, വൈകുന്നേരം പോവും. ഇപ്പൊ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഹോം നേഴ്സിന്റെ കാലാവധി കഴിഞ്ഞല്ലോ. അതുകൊണ്ടാ ജാനമ്മയെ ഞാൻ കൈയോടെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. എടാ, നമ്മുടെ ഫിനാൻസിയേഴ്സിലെ അക്കൗണ്ടന്റ് സെബാസ്റ്റ്യന്റെ മോളുടെ കുഞ്ഞിനെ നോക്കിയിരുന്നത് ജാനമ്മയാ. ഓ, നീ എന്തിനോടെ നോക്കിയേക്കുന്നേ? നിനക്ക് പൊയ്ക്കൂടെ?
ഞാൻ പോയിട്ട് വരാം. കുഞ്ഞെവിടെ മോളെ? ജനമ വാ. ഞാനിവിടെ ഉള്ളപ്പോ ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ കണ്ണേട്ടാ? എന്താ കുഴപ്പം? കുഞ്ഞിനെ നോക്കാനും കുഞ്ഞിനെ കുളിപ്പിക്കാനും ഞാനിവിടെ ഉണ്ടല്ലോ. എടീ, കുഞ്ഞുങ്ങളെ നോക്കി തഴക്കം പഴക്കമുള്ള ഒരാൾ കൂടെ ഉള്ളത് നല്ലതല്ലേ? എന്റെ നോട്ടം പോരാന്ന് കണ്ണേട്ടനോട് മഹി പറഞ്ഞോ? അയ്യോ, അങ്ങനെയുള്ള തോന്നലൊന്നും ഉണ്ടായിട്ടല്ല ഞാൻ ജാനമ്മയെ കൂട്ടിക്കൊണ്ടു വന്നത്. പിന്നെ ആ, കുഞ്ഞിനെ നോക്കുക മാത്രമല്ല, അത്യാവശ്യം വീട്ടുപണിയൊക്കെ ജാനമ്മ നോക്കിക്കോളും. എങ്കിലും അവരെ കൊണ്ടുവരുന്നതിന് മുമ്പ് ഒരു വാക്ക് എന്നോട് പറയായിരുന്നു. എടാ, കുഞ്ഞിന്റെ കാര്യങ്ങളെല്ലാം ഇവൾക്ക് തന്നെ നോക്കണം. അതുകൊണ്ടാണ് ഇവൾക്ക് ഇത്ര ദേഷ്യം. അത് മനസ്സിലായി. കുറച്ചു ദിവസം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ലേഖേ. ശരി. ഇപ്പോഴാ ഇത്തിരി ചൊറിച്ചിലൊന്ന് കുറഞ്ഞത്. സാറോ? എന്തുവാടാ ഇതൊക്കെ? ഇവനാണോ ആ കള്ളസ്വാമി? എന്റെ സാറേ, എന്താ സംഭവിച്ചതെന്ന് എനിക്കൊരു എത്തിപ്പിടിയും കിട്ടുന്നില്ല. എനിക്ക് പിടി കിട്ടി. നീ അവിടെ പോയി അന്തരീക്ഷത്തിൽ നിന്ന് ഭസ്മം എടുത്ത് കുഞ്ഞിന്റെ നെറ്റിയിൽ ഇട്ട് കൊടുത്തിട്ട് നീ നിന്റെ പാട് നോക്കി പോന്നു. അതല്ലാതെ ആ ഭസ്മത്തിനകത്ത് കുഞ്ഞിനെ കൊല്ലാനുള്ള വിഷമൊന്നും ഇല്ലായിരുന്നു. എന്റെ സാറേ, ആ ഭസ്മം ഇപ്പോഴും എന്റെ കയ്യിലിരിപ്പുണ്ട്. ഞാനത് സാറിന്റെ കയ്യിലോട്ട് തരാം. എന്തിന്? സാറത് നെറ്റിയിലോട്ട് ഇട്ടിട്ട് മൂക്കുപൊടി പോലെ മൂക്കിലോട്ടൊന്ന് വലിച്ചു കയറ്റി നോക്ക്. എന്റെ സാറേ, കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, അത് ശ്വസിച്ചാൽ മുതിർന്നവർക്കും പ്രശ്നമാ. എന്നിട്ട് എന്താടാ കൊച്ചിനൊന്നും സംഭവിക്കാത്ത? അല്ല, അത് പിന്നെ എടാ, ഇവനെ പോലുള്ള കള്ളന്മാരെയൊക്കെ ആരെങ്കിലും ഇതുപോലുള്ള പണി ഏൽപ്പിക്കൂടാ. ഒട്ടുപാലേ. സാറേ, അത് പറയരുത്. ഞാൻ ആ കുഞ്ഞിന്റെ നെറ്റിയിൽ ഭസ്മമൊക്കെ ഇട്ടിട്ട് തിരിച്ചു വരുമ്പോഴാ എനിക്ക് ചൊറിച്ചിൽ തുടങ്ങിയത്. ആ സമയത്തെ എന്റെ മുന്നിലും പിന്നിലും ഒക്കെ ഒരേ കരച്ചിലാ. ആര്? ഏതോ ഒരു കുഞ്ഞ്. തിരിഞ്ഞും മറിഞ്ഞും നോക്കുമ്പോ കുഞ്ഞുങ്ങളൊന്നുമില്ല, പക്ഷെ കരച്ചിലുണ്ട്. അതുപോലൊരു കുഞ്ഞിന്റെ കരച്ചിൽ ഞാനും കേട്ടായിരുന്നു സാറേ. ആ, സാറിനും അതുപോലത്തെ അനുഭവം ഉണ്ടായി കാണുമല്ലോ. ശരീരം ചൊറിഞ്ഞവരെല്ലാം കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടിട്ടുണ്ട്. അത് വിട്. എന്റെ കയ്യിൽ നിന്ന് നല്ലൊരു തുകയാ നീ അഡ്വാൻസ് ആയിട്ട് കൈപ്പറ്റിയിരിക്കുന്നത്. അത് ഞാൻ തിരിച്ചു ചോദിക്കുന്നില്ല, പക്ഷെ വാങ്ങിയ തുകയ്ക്കുള്ള ജോലി ചെയ്യണം. ഇനി എന്താ സാറേ ചെയ്യേണ്ടത്? എടാ, നിന്നെ ഇപ്പോ നൂലുകെട്ടിന് പോയ ആ വീട്ടില് ആർക്കെങ്കിലും സംശയമുണ്ടോ? ഏയ്, ഞാൻ വലിയ സിദ്ധനാണെന്നാ അവരുടെയൊക്കെ വിചാരം. എന്നുവെച്ചാ അന്തരീക്ഷത്തിൽ നിന്ന് ഭസ്മം എടുക്കുന്നതൊക്കെ കണ്ട് അവരുടെയൊക്കെ കണ്ണു തള്ളി പോയിരിക്കുക. അങ്ങനെയെങ്കിൽ നീ ഒന്നുകൂടെ അവിടെ പോണം. അതെന്തിനാ സാറേ? എന്തിനാണെന്നോ? ഇനി ഭസ്മം വേണ്ട, മറ്റെന്തെങ്കിലും മാർഗത്തിലൂടെ നീ ആ കുഞ്ഞിനെ തീർക്കണം. എന്റെ ആഗ്രഹം നടത്തി തരണം. എന്നടാ ഒട്ടുപോലെ? എടാ, നിന്നെ സംശയമൊന്നും ഇല്ലാത്തതുകൊണ്ട് സാറ് പറയുന്നത് പോലെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. എന്നാലും പെട്ടെന്ന് അങ്ങോട്ട് കയറി ചെന്നാല് അവർക്കെന്തെങ്കിലും സംശയം തോന്നില്ലേ? ആ സമയത്ത് പറയേണ്ട ബുദ്ധിയുള്ള നാവാ നിന്റെ നാവെന്ന് എനിക്കിപ്പോ നന്നായിട്ട് മനസ്സിലായി. സംഗതി നടത്തി തരികയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞ തുക ദിനേശ നിന്റെ കയ്യിലോട്ട് ഞാൻ വെച്ചു തരും. ഒരു കൊച്ചു കുഞ്ഞിന്റെ കാര്യമാ, ഇതിൽ വലിയ പണിയൊന്നുമില്ല. എങ്ങനെങ്കിലും എന്നെ ഒന്ന് സഹായിക്കാൻ നോക്ക്.
ശരി സാറേ, ഞാൻ പരമാവധി ശ്രമിക്കാം. ഇനിയെങ്കിലും നീ നിന്റെ തരികിട പണി കാണിക്കലടാ കള്ളസ്വാമി. നീ ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിന്ന് എടുക്കുന്ന ഭസ്മമേ ഒരുപക്ഷെ എന്നെ കൊല്ലുമായിരിക്കും. പക്ഷെ അത് ആ കുഞ്ഞിനെ ഒന്നും ചെയ്തിട്ടില്ല. അതങ്ങ് സമ്മതിക്കേ. അല്ല, എന്ത് വേണം ദിനേശ? പൈസ കിട്ടുന്ന കാര്യമല്ലേ? അവിടെയുള്ളവർക്കൊന്നും തന്നെ സംശയമൊന്നുമില്ലെങ്കിൽ തനിക്കങ്ങ് വെക്കൂടെ? ശരി, എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. ഹരി ഓം.